UDF വാർഡായ കോഴിക്കോട് കോർപ്പറേഷനിലെ 8ാം വാർഡ് മലാപ്പറമ്പ് തിരിച്ചുപിടിക്കാൻ LDF ഇത്തവണ ഇറക്കിയത് മലാപ്പറമ്പിലെ സ്വന്തം ആശാ വർക്കർ MP സിന്ധുവിനെയാണ്. സിന്ധുവിന്റെ വിജയത്തിനായി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നതാകട്ടെ ഇവിടെയുള്ള വനിതകളും. നമുക്കേവർക്കും സുപരിചിതയായി സ്തുത്യർഹമായ സേവനം നടത്തിയ 8ാം വാർഡിന്റെ ആശാവർക്കർ കൂടിയായ പ്രിയങ്കരിയായ സഖാവ് MP സിന്ധുവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഈ വാർഡിൽ നിന്ന് ജനവിധി തേടുന്നത്. ഈ പ്രദേശത്തെ കോഴിക്കോട് കോർപ്പറേഷനിലെ 8ാം വാർഡ് മലാപ്പറമ്പിലെ LDF സ്ഥാനാർത്ഥി സിന്ധുവാണ് ഇന്ന് കൈരളി ന്യൂസിനോടൊപ്പം ചേരുന്നത്. സിന്ധുവിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷമായി UDFന്റെ കയ്യിൽ നിന്നും വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പാർട്ടി സിന്ധുവിനെ ഏൽപ്പിച്ച ദൗത്യം. കോർപ്പറേഷനിലെ വികസനത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് UDFൽ നിന്നുണ്ടായത്. LDF ഭരിക്കുന്ന മറ്റു വാർഡുകളിൽ വികസന കുതിപ്പ് തുടരുമ്പോൾ മലാപ്പറമ്പിൽ മാത്രം അത് നിഷേധിക്കുകയാണ് UDF. അതുകൊണ്ട് ദുരിതമനുഭവിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളാണ്. മികച്ച ഒരു വികസനം ഈ വാർഡിൽ ഉണ്ടാവണമെന്ന ആഗ്രഹമാണ് LDF സ്ഥാനാർത്ഥി MP സിന്ധുവിനുള്ളത്. 10 വർഷമായിട്ട് നടപ്പിലാക്കാതെ പോയ എല്ലാ വികസനങ്ങളും ഈ വാർഡിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പം മെയിനായിട്ട് എല്ലാ വീടുകളും ഞാൻ കയറിയിറങ്ങി. എല്ലാവരും എന്നെ ചേർത്ത് പിടിക്കുന്ന കണ്ടപ്പോൾ ഈ വാർഡ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും അത്രയും സപ്പോർട്ടാണ് എന്നെ. ആശാവർക്കർ കൂടിയായ സിന്ധുവിനെ ഇരുകൈയും നീട്ടിയാണ് വോട്ടർമാർ സ്വീകരിക്കുന്നത്. സിന്ധുവിനായി പ്രചരണത്തിനിറങ്ങിയതും അനൗൺസ്മെന്റിനിറങ്ങിയതും വനിതകളാണ് എന്നതും എടുത്തു പറയണം. സിന്ധു ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ഉറപ്പോട് കൊടുത്ത് വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 10 വർഷമായി UDF ഭരിച്ച വാർഡാണ് മലാപ്പറമ്പ്. ആ വാർഡിനെ ഭരണ മികവ് കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് സിന്ധുവും അതുപോലെ തന്നെ LDFും ഉള്ളത്. ശരണ്യ പൊയ്യേരി, കൈരളി ന്യൂസ്, കോഴിക്കോട്.